കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന സിനിമകൾക്ക് ഞങ്ങൾ അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉത്തരം പറയുക? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത്? ഈ ബംഗ്ലാവിൽ തെയ്യുണ്ണി അറിയാതെ ഒരു പരിപാടി നടക്കൂല മോനെ. ആ എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ? എന്താ രാജേന്ദ്ര പറയണേ? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൾച്ചറലി ഇവോൾവ് ആയ ഒരു സ്റ്റേറ്റ് അല്ലേ, അവിടുത്തെ ആളുകളല്ലേ, ഏറ്റവും അധികം ലിറ്ററസി ഉള്ള ആളുകളല്ലേ, നമ്മൾ അങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? ഇതിന് മാത്രം എന്ത് തെറ്റായിട്ടാ ഞാൻ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിന്റെ നിലപാടുകൾ പൊള്ളത്തരമായിരുന്നു എന്നുള്ള തിരിച്ചൊരു ചോദ്യം കൂടി. അങ്ങനെയല്ല, അതെങ്ങനെയാണ് പൊള്ളത്തരമാവുക? അത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. ഡോണ്ട് മിക്സ് അപ്പ് പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട് ഓഫ് എ ഗവൺമെന്റ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വി ആർ ഇന്ത്യൻസ് ഫസ്റ്റ്, then comes everything. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. I did not object to government of MEA's decision of not giving exemption to sir. Actually എന്താ sir സംഭവിച്ചത്? പറയാം. 6 or 7 filmmakers, right? 6 filmmakers. Does that make any sense? Came from different countries. I don't want to name the country. On multifarious charges, that is for driving under the influence of alcohol, section 185 Motor Vehicles Act, punishable as per section 279 of the Indian Penal Code. I did not object. We can't object, and we should not object. And for resisting lawful apprehension, section 41(1) ECRPC and 224 IPC. ലിസ്റ്റ് ചെയ്ത സിനിമകൾ കാണാൻ പറ്റാത്തതിൽ ഡെലിഗേറ്റ്സിനുണ്ടായ നിരാശയ്ക്ക് എന്താ മറുപടി? ഞാൻ പറയുന്നത് 6 സിനിമകളാണ് നമുക്ക് കാണിക്കാൻ പറ്റാതായി പോകുന്നത്. ഞാൻ കേരള ചലച്ചിത്ര അക്കാദമി 6 സിനിമകൾ കാണിക്കുന്നില്ല. Offense to public tranquility. We are living in a democracy. We have elected a government. 292 IPC and section 353 IPC. Whatever is their political choice, we have to accept. അതെന്റെ വലിയൊരു ആഗ്രഹം.